പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കേരളം സുപ്രീം കോടതിയിൽ ഹർജി നൽകി. ചട്ടങ്ങൾ സ്റ്റേ ചെയ്യണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. വിശദാംശങ്ങളുമായി ഇപ്പോൾ വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, കേരളം ഒരു നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നു. പ്രധാനമായും ഹർജിയിൽ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ? അതിന് CAA നടപ്പാക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നിരവധി ഹർജികളാണ് ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയിൽ വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെയാണ് കേരളവും ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കില്ല എന്ന് കേരളം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ആ ഒരു സാഹചര്യം കൂടി മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. CAA നടപ്പാക്കാൻ അനുവദിക്കരുത് എന്നതാണ്. അത് ഭരണഘടനാ വിരുദ്ധം എന്ന് കൃത്യമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് അസുഖീൻ ഒവൈസിയും സമാന ആവശ്യവുമായി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. നേരത്തെ തന്നെ മറ്റ് നിരവധി കക്ഷികളും സുപ്രീം കോടതിയെ സമീപിച്ച സാഹചര്യമുണ്ട്. ഡിവൈഎഫ്ഐ ഉൾപ്പെടെ ഡിവൈഎഫ്ഐ, മുസ്ലിം ലീഗ്, ആസാം സ്റ്റുഡൻസ് യൂണിയൻ ഉൾപ്പെടെ സുപ്രീം കോടതിയിൽ നിരവധി ഹർജികൾ നൽകിയിരുന്നു. എന്തായാലും സുപ്രീം കോടതി അടുത്ത ചൊവ്വാഴ്ചയാണ് CAA-യുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കാനിരിക്കുന്നത്. അതോടൊപ്പം നിലവിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് CAA-യിൽ നിന്ന് പിന്നോട്ടില്ല എന്നതാണ്. CAA നിയമം പിൻവലിക്കില്ല എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. അമിത്ഷാ കഴിഞ്ഞ ദിവസം മറ്റൊരു കാര്യം കൂടി പറഞ്ഞത്, ഇത് ഈ പൗരത്വ നിയമ ഭേദഗതി എന്ന് പറയുന്നത് കേന്ദ്ര നിയമമാണ്, അത് സംസ്ഥാനങ്ങൾക്ക് നടപ്പാക്കാതിരിക്കാൻ കഴിയുകയില്ല എന്ന് അമിത്ഷാ കൂട്ടിച്ചേർത്തിരുന്നു. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ CAA നടപ്പാക്കില്ല എന്ന് വ്യക്തമാക്കിയതാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് അമിത്ഷാ ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞത്. അതായത് ഈ CAA എല്ലാ സംസ്ഥാനങ്ങളും നടപ്പാക്കേണ്ടി വരും എന്നതായിരുന്നു അമിത്ഷാ പറഞ്ഞത്. എന്തായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ആതിര. ശരി, വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കേരളം സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. ചട്ടങ്ങൾ സ്റ്റേ ചെയ്യണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. വിഷ്ണു തലവൂറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.